അഴിമതി കാര്യത്തിൽ ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും സ്ത്രീകളായിരിക്കും ഒരു പക്ഷേ അഴിമതിയിൽ കൂടുതൽ നിൽക്കുന്നത്. പ്ലീസ് നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം മിണ്ടാതെ കൂടി ഇരുന്നല്ലോ. ഞാൻ പറഞ്ഞുതരാം. കാരണം റീസൺ ഞാൻ പറയാം. ഇവർ പലപ്പോഴും നിഷമരം തന്നെ പറഞ്ഞു, ഇവർ പലപ്പോഴും ഇമോഷണലി കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. എവിടെയാണ് ഇമോഷണലി ഒരു സ്ത്രീ തീരുമാനങ്ങൾ എടുക്കുക? താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വർത്തമാനം? കോമ്പാക്ട് ലെവലില് അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിൽ സ്ത്രീകളെ വെക്കാത്തത് കാരണം സൈന്യത്തിൽ പലപ്പോഴും കർശനമായി കർക്കശമായി തീരുമാനം എടുക്കേണ്ടവരും വളരെ പോലും ഒരു മറുപടി കേട്ടാ നിങ്ങൾ ഞങ്ങളെ അടക്കി ഭരിച്ചു, ഇനി നടക്കില്ല സഹോദര. പ്രിവിലേജ് വേണ്ടെന്ന് പറയൂ, റിസർവേഷൻ വേണ്ടെന്ന് പറയൂ പ്ലീസ്. പലരും കൂടിയാ പാമ്പുചാവില്ല. അത് നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാം. ഇതിപ്പം ഞാൻ ഒരാൾ വിചാരിച്ചാലോ ഇവിടെ പത്മമാ വിചാരിച്ചാലോ ഒന്നും ഇത് മാറത്തില്ല. മറിച്ച് ഇത് മാറുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അവനവന്റെ ഇടങ്ങളിൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്, ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. എന്റെ മൊറാലിറ്റി ഞാൻ കീപ്പ് ചെയ്യുക. ഒപ്പം എന്നെ തെരഞ്ഞെടുത്ത് വിട്ട ഒരു സംവിധാനം ഉണ്ടല്ലോ, അവിടെയും ഒരു ശുദ്ധീകരണം നടക്കണം. ഇനി ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ ഒരു ശുദ്ധീകരണം നടക്കണം. പഴുതുകളില്ലാത്ത, ലൂപ്പ് ഹോളുകളില്ലാത്ത നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കറപ്റ്റഡ് ആകാൻ പറ്റുന്നത്? സ്കാൻഡിനേവിയൻ രാജ്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അവിടെ സ്ത്രീ പ്രാതിനിധ്യം വളരെയേറെ ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ഈ അഴിമതി ഒന്നുമില്ല. അവിടെ വിദ്യാഭ്യാസപരമായും വിവരത്തോടെയും രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. പക്ഷേ ഇവിടെ ഇല്ലാത്തത് അതും കൂടെ പറയണം. അപ്പോയിന്റ് ചെയ്യുന്നതല്ല, അവര് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് വരുന്നവരാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസിലെ ഡേറ്റ ഭയങ്കര മിസ്റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഡേറ്റാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു ഡേറ്റ വരുന്നുണ്ട്. അതിൽ സ്ത്രീ സമത്വം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളെയും സെക്ടേഴ്സിനെയും ഈക്വൽ ആയിട്ട് കണക്കാക്കുന്നു. പക്ഷെ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അദ്ദേഹം പറഞ്ഞു ജനറൽ 50-50 ഉണ്ട്, ജനറൽ സീറ്റിൽ കയറി സ്ത്രീകൾ നിൽക്കരുതെന്ന്. എന്തുകൊണ്ട് ജനറൽ സീറ്റിൽ പാർട്ടികൾ സ്ത്രീകളെ നിർത്തി അവർ ജയിച്ചു വരുന്നു? പുരുഷന്മാരെക്കാട്ടിലും ജയസാധ്യതയുണ്ട്, പുരുഷന്മാരെക്കാട്ടിലും ജനപിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ജനറൽ സീറ്റിലും സ്ത്രീകൾ നിൽക്കുകയും ജയിക്കുകയും പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ 50% സംവരണം വന്നില്ലായിരുന്നെങ്കിൽ ആണധികാരത്തിന്റെ മേൽക്കോയ്മയിൽ എരിഞ്ഞു തീർന്നേനെ ഈ രാജ്യത്തെ പെണ്ണുങ്ങളുണ്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ. അപ്പൊ 471 പഞ്ചായത്തുകൾ ഇന്ന് സ്ത്രീകൾ നയിക്കുന്നുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നത്. ലോക്കൽ ബോഡീസിൽ പെണ്ണധികാരമാണോ എന്നതാണ് എന്റെ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.